നമസ്കാരം. പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മുംബൈയിൽ നിന്നും ലൊണാവ്ലയിലേക്ക് നടത്തിയ ഒരു ഫാമിലി ട്രിപ്പിൻ്റെ ഇടയിലുള്ള ചില കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബാന്ദ്ര വർലി സീലിംഗ് റൂട്ടിലൂടെയാണ്. ഏതാണ്ട് 5.5 കിലോമീറ്റർ നീളത്തിൽ 8 ലൈനായി പണിത ഈ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് 2010 ഇനോഗ്രേറ്റ് ചെയ്തത്. ബാന്ദ്രയിൽ നിന്ന് മഹിംബെ ക്രോസ് ചെയ്ത് വർലിയിലെത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് ഇത്. കൂടാതെ ഈ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. നൈറ്റ് ടൈമിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഇല്യൂമിനേറ്റഡ് വ്യൂ എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും പുതിയ കാല മുംബൈയിലെ ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് ഈ ബ്രിഡ്ജ്. ഹേ ദിൽ ഹേ മുഷ്കിൽ ജീനാ യഹാ ജര ഹട്ട് കെ ജര ബച്ച് കെ യഹ മുംബൈ മേരി ജാൻ. ലോണാവ്ല മുംബൈക്കും പൂനെയ്ക്കും ഏതാണ്ട് മിഡിലായിട്ട് വരുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ നാച്ചുറൽ സീനറിക്ക് പുറമെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാനുള്ളൊരു സ്ഥലം സുനിൽസ് സെലിബ്രിറ്റി വാക്സ് മ്യൂസിയമാണ്. സെലിബ്രിറ്റീസിൻ്റെ ഫുൾ ഹൈറ്റ് സ്റ്റാച്യൂസ്, ലൈഫ് സൈസ് സ്റ്റാച്യൂസ് വാക്സ് കൊണ്ട് ഉണ്ടാക്കി സൂക്ഷിച്ചൊരു മ്യൂസിയമാണ് അത്. ഇതിൻ്റെ ഓണർ സുനിൽ കണ്ടല്ലൂർ ഒരു മലയാളി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മ്യൂസിയമാണ് ലോണാവലയിൽ ഉള്ളത്. രണ്ടാമതൊന്ന് ട്രിവാൻഡ്രത്തും തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനി സൗത്ത് മുംബൈയിൽ നിന്ന് ന്യൂ മുംബൈയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് 2024 കംപ്ലീറ്റ് ചെയ്ത അടൽ സേതു ബ്രിഡ്ജിൽ കൂടെയാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും പറയും. ഏതാണ്ട് 21 കിലോമീറ്റർ നീളമുള്ളൊരു ബ്രിഡ്ജാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സീ ബ്രിഡ്ജാണ് ഇത്. 16 കിലോമീറ്റർ സമുദ്രത്തിന് മീതെ കൂടെ തന്നെ ബ്രിഡ്ജുണ്ട്. ഇത് സിവരിയിൽ നിന്ന് നവാ സേവയിലാണ് ന്യൂ മുംബൈയിൽ ചെന്ന് ചേരുന്നത്. ഇതാ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് അടൽ സേതു ബ്രിഡ്ജിലൂടെയാണ്. ന്യൂ മുംബൈയിൽ നിന്നും സൗത്ത് മുംബൈയിലേക്ക് വരാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗമായിട്ട് ഈ ബ്രിഡ്ജ് മാറിയിട്ടുണ്ട്. മുഷ്കിൽ ജീനാ യഹാ ജര ഹട്ട് കെ ജര ബച്ച് കെ യഹ മുംബൈ മേരി ജാൻ. ഇതാ ഞങ്ങളിപ്പോൾ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ കയറി. വളരെ ബിസി ആയിട്ടുള്ളൊരു റോഡാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിടത്ത് വണ്ടി നിർത്തി. അവിടെയും ഭയങ്കര തിരക്ക് തന്നെ.
ലോണാവിലയിലെ പ്രകൃതി ഭംഗിയിലേക്ക് ഞങ്ങൾ മെല്ലെ അടുക്കുകയാണ്. ട്രാഫിക് ജാം പിന്നെയും കൂടിയിരിക്കുന്നു. ഇതാണ് ഖണ്ടാല വ്യൂ പോയിൻ്റ്. ഇങ്ങനെ കുറേ വ്യൂ പോയിൻ്റ് ഈ ലോണാവിലയിലുണ്ട്. ലയൺ പോയിൻ്റ് ഉണ്ട്, പിന്നെ ലോണാവില ലേക്കുണ്ട്. സഹ്യപർവ്വതം അഥവാ വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് നമ്മളീ കാണുന്നതും. ഇടയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങിയതിനാൽ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നില്ല. ലോണാവിലയിൽ ഞങ്ങൾ തങ്ങിയത് സിട്രസ് പ്ലാസ എന്ന ലോഡ്ജിലാണ്. വളരെ കംഫർട്ടബിളായ സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ സിട്രസ് പ്ലാസയിലെത്തി. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റുമുണ്ട്. ലയൺ പോയിൻറ്റിലേക്കുള്ള യാത്ര. മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങി. തിരക്കിനൊരു കുറവുമില്ല. സുനിൽസ് വാക്സ് മ്യൂസിയം. ഇത് ലോണാവില ലേക്ക് വ്യൂ ആണ്. അങ്ങനെ നല്ലൊരു വീക്കെൻഡ് അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ മുംബൈയിലേക്ക് മടങ്ങി.